ആനവിലാസം വില്ലേജിലെ കുടിയൊഴിപ്പിക്കൽ നിർദ്ദേശം വന്നതോടെ ജനങ്ങൾ ഒന്നാകെ ആശങ്കയിൽ. നദി കയ്യേറി കെട്ടിടം നിർമ്മിച്ചുവെന്ന കുറ്റം ചുമത്തിയാണ് നോട്ടീസ് നൽകാൻ ജില്ലാ കളക്ടർ പഞ്ചായത്തിന് നിർദ്ദേശം നൽകിയത്. നടപടിയുണ്ടായാൽ ആത്മഹത്യയല്ലാതെ മറ്റു വഴിയില്ലെന്ന് കുടുംബങ്ങൾ. തലമുറകളായി ഇവിടെ താമസിച്ചു വരുന്നവരാണ് തങ്ങളെന്നും കയ്യേറ്റക്കാരല്ല കുടിയേറ്റക്കാരാണ് തങ്ങളുടെ മുൻ തലമുറക്കാരെന്നും ഇവർ പറയുന്നു. ആ വാക്കുകളിലേക്ക്. ഞങ്ങൾ രണ്ടുപേരും 85-80 വയസ്സുള്ള ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളെ ഇവിടുന്ന് ഇറക്കി വിട്ട് ഞങ്ങൾ അതിനകത്ത് കിടന്ന് ആത്മഹത്യ ചെയ്യത്തേ ഉള്ളൂ. ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തിയില്ല ജീവിക്കാനായിട്ട്. ഞങ്ങൾക്ക് ആ ഒരു വീടല്ലാതെ വേറെ ഒന്നുമില്ല ഞങ്ങളുടെ ജീവിതത്തിന്. ഞങ്ങളെ ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്ന് മോചിപ്പിക്കണമെന്ന് താഴ്മയായിട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. ഞങ്ങൾക്ക് വേറെ വീടോ വേറെ ഒരിടത്തോ ഒരു സെൻറ്റ് സ്ഥലമോ ഞങ്ങൾക്ക് ഒന്നുമില്ല. ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ. അതിന് നമുക്ക് ഇപ്പം തന്നിരിക്കുന്നത് 24-ാം തീയതിക്ക് മുമ്പേ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിമാരെ വിളിച്ചു കൂട്ടിക്കൊണ്ടൊരു നിർദ്ദേശം കളക്ടർ കൊടുത്തിരിക്കുന്നതാണ് 24-ാം തീയതിക്ക് മുമ്പായിട്ട് നോട്ടീസ് കൊടുക്കുക എന്ന്. പക്ഷേ അത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടെ വർഷങ്ങളായി ജീവിക്കുന്ന ആൾക്കാരാണ്. 100 വർഷത്തിന് മേലും ഞങ്ങളൊക്കെ ഇവിടെ താമസമായിട്ട് ഉള്ളവരാണ്. ഒരു സുപ്രഭാതത്തിൽ മാറിത്തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് മറ്റ് താമസിക്കാനുള്ള സൗകര്യങ്ങളോ സ്ഥലമോ വീടോ അങ്ങനെ തന്നെ ഉള്ളവരല്ല ഇവിടെയുള്ളത്. പെരിയാറിൻ്റെ തീരത്തുള്ള നിവാസികളെ ഒഴിപ്പിക്കുക എന്നുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ മുൻകാല തീരുമാനം നടപ്പാക്കാനുള്ള നടപടികളാണ് കളക്ടർ ഭാഗത്ത് വരുന്നതെന്ന് അറിയുന്നു. അതിനെ കോൺഗ്രസ് ശക്തമായി എതിർക്കും. കിടന്ന് കാലാകാലങ്ങളിൽ നദിയുടെ ആഴങ്ങൾ കുറയുന്നതാണ് പ്രധാനമായും ഇരുവശങ്ങളിലേക്കും വെള്ളം കയറുന്നതിനുള്ള പ്രധാന സാഹചര്യം. അത് കളക്ടറോടും ഗവൺമെൻറ്റിനോടും ശക്തമായൊരു ആവശ്യം വൈകുമ്പോൾ കോൺഗ്രസ് കമ്മിറ്റിക്കുണ്ട്. 19 വാസയോഗ്യം അല്ലാതെ വ്യാപാര സ്ഥാപനങ്ങൾ അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് വീടുകൾക്ക് ഒഴിഞ്ഞു പോകണമെന്ന് ഉത്തരവ് കാണിച്ചുകൊണ്ട് ആനവിലാസം വില്ലേജിൻ്റെ കീഴിലുള്ള 139 കെട്ടിടങ്ങൾക്ക് നോട്ടീസ് കൊടുക്കണമെന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആയതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാൽ കഴിഞ്ഞ 50 വർഷം 80 വർഷം 100 വർഷക്കാലമായി ഇവിടെ താമസിക്കുന്ന വ്യക്തികളാണ്. ഒരു കാരണവശാലും ഞങ്ങളെ സംബന്ധിച്ച് ഇവിടുന്ന് ഒഴിഞ്ഞു പോവുക എന്ന് പറയുന്നത് ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം കഴിഞ്ഞ 50 വർഷക്കാലമായി ബിൽഡിംഗ് ടാക്സ് അടക്കം അടച്ചുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇവിടെ താമസിക്കുന്നത്. എല്ലാ തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ നികുതികളും അടച്ചുകൊണ്ടാണ് നമ്മളിവിടെ ജനങ്ങളിവിടെ താമസിക്കുന്നത്. സമ്പാദ്യമെല്ലാം മുടക്കി അവിടെ വീടും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ ആനവിലാസം വില്ലേജിൽ 139 പേരുടെ ഒരു ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. ഇത് ആനവിലാസം വില്ലേജിനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. ഇടുക്കി ജില്ലയിൽ എവിടെയൊക്കെ ആറുണ്ടോ തോടുണ്ടോ പുഴകളുണ്ടോ അതിൻ്റെ എല്ലാം തീരത്തുള്ള ആളുകളെല്ലാം ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇത് അടിയന്തരമായിട്ടും ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ തീരുമാനത്തിൽ നിന്നും ഗവൺമെൻറ് പിന്തിരിയണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത് അങ്ങ് മുല്ലപ്പെരിയാർ മുതൽ വണ്ടിപ്പെരിയാർ ഉപ്പുതറ ചപ്പാത്ത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ചെറുതോണി എറണാകുളം വരെ ബാധിക്കുന്ന കാര്യമാണ്. പെരിയാറിനെ മാത്രം നോക്കിയാൽ അങ്ങനെ നോക്കുമ്പോഴത്തേനും ഇടുക്കി ജില്ലയിലെ മറ്റ് ആറുകളുടെ തീരത്തുള്ള എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു തീരുമാനമാണ് കളക്ടർ എടുത്തിട്ടുള്ളത്. ദയവായി കളക്ടർ ആ തീരുമാനത്തിൽ